നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരാൾ ഉറക്കത്തിൽ ഏതെങ്കിലും ഒരു രൂപത്തിൽ, അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രൂപം വേണ്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു സിഫത്ത് ഒരൊന്നും വേണ്ട, അന നബിയല്ലാഹ് അന റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ പോലും അത് നബിയാണെന്ന് വിശ്വസിക്കൽ നിർബന്ധമാണ് എന്ന് വരെ ഈ കക്ഷികൾ വാദിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, അതിനെതിരെ പറഞ്ഞാൽ അവര് ബിദഈകളാണ്, പുത്തൻവാദികളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഇമാമുമാർ ഇങ്ങനെ അന റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇവര് പറയുന്നത് പോലെ അന നബിയല്ലാഹ് എന്ന് ഉറക്കിൽ പറഞ്ഞാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എന്ന് വിശ്വസിക്കണമെന്ന് ഏതെങ്കിലും ഇമാമുമാർ പറഞ്ഞിട്ടുണ്ടോ? അവര് ഇമാമുകളെ പേരിൽ പച്ചക്കളവ് വെച്ച് പുലർത്തുകയാണോ എന്നും കൂടി നിങ്ങൾ സമൂഹത്തോടൊന്ന് പറഞ്ഞു കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണാനും അവിടുത്തെ ദർശിക്കാനും അവിടുത്തെ ശഫാഅത്ത് ലഭിക്കാനും ഒക്കെ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് അവിടുത്തെ സ്വപ്നം കാണുന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ ഉദ്ധരിച്ച ഹദീസുകളുമായി ബന്ധപ്പെട്ട് പണ്ഡിത ലോകത്ത് ധാരാളം ചർച്ചകൾ നടന്നിട്ടുണ്ട്. ആ ചർച്ചകളുമായി ബന്ധപ്പെട്ട് നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാർ ആളുകൾക്ക് തെറ്റുദ്ധാരണയില്ലാതെ ആയി പോകാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ സ്വപ്നങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ കള്ളവാദങ്ങളെ സാധാരണക്കാർക്കിടയിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കള്ളനാണയങ്ങൾ പ്രത്യക്ഷപ്പെട്ട ഘട്ടത്തിൽ നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാർ അവരുടെ ധാർമ്മികപരമായ ഉത്തരവാദിത്വം എന്ന രീതിയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണുന്നതുമായി ബന്ധപ്പെട്ട മഹാന്മാരായ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അഭിനന്ദരായ പേരോട് ഉസ്താദർക്ക് നമ്മുടെ എല്ലാ ഉസ്താദുമാരും അതുമായി ബന്ധപ്പെട്ട് അവര് പറഞ്ഞ എല്ലാ വിഷയങ്ങളും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മഹാരഥന്മാരായ ഇമാമുമാർ പറഞ്ഞതും വിശദീകരിച്ചതുമാണ് അവരിതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹുൽ ബുഖാരിയിൽ 6993 ഹദീസായി ഉദ്ധരിച്ച ഹദീസിൽ മൻ റആനി ഫിൽ മനാമി ഫസയറാനി ഫിൽ യഖ്ള, എന്നെ ആരെങ്കിലും ഉറക്കിൽ കണ്ടാൽ അവർക്ക് യഖ്ളത്തിൽ എന്നെ കാണാൻ കഴിയും. വലാ യതമസ്സലു അശ്ശൈത്വാനു ബി, എന്റെ രൂപത്തിൽ പിശാചിന് രൂപം പ്രാപിക്കാൻ കഴിയില്ല. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിനെ വ്യാഖ്യാനിക്കുന്നതിന് വിശദീകരണം കൊടുക്കുന്നതും ഖാല അബൂ അബ്ദില്ലാഹ് ഖാല ഇബ്നു സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹി താബികളിൽപ്പെട്ടയാളാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉസ്താദുമാരിൽപ്പെട്ടയാളാണ്. അവര് പറയുന്നു ഇദാ റആഹു ഫീ സൂറത്തിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടാൽ എന്ന് പറഞ്ഞാൽ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപത്തിൽ കണ്ടാൽ എന്നാണ് അതിന്റെ അർത്ഥമെന്ന് ഇബ്നു സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹി അതിനെ വ്യാഖ്യാനിക്കുകയാണ്. ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് അല്ലാമ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ് വിശദീകരിച്ച്, കാന മുഹമ്മദ് ഇബ്നു സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹി ഇദാ ഖസ്സ അലൈഹി റജുലുൻ, ഒരാൾ വന്നിട്ട് ഇബ്നു സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹിയോട് പറയാണ്. എന്താണ് പറയുന്നത്? അന്നഹു റഅൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി തങ്ങളെ കണ്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞാൽ, അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം ഇബ്നു സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹി അജുഷാറാൻ ട്ടോ, ഈ കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞ് തിരിച്ചു വിടുകയല്ല. സിഫ്ലി അല്ലദീ റഅയ്തഹു, നീ കണ്ടത് ആരെയാണ്, അവരെ കുറിച്ചുള്ള വിശേഷണങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരണം. ഫൈൻ വസഫലഹു സിഫത്തൻ ലാ
യഅരിഫുഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കില്ലാത്ത ഏതെങ്കിലും വിശേഷണമാണ് ആ കണ്ട സ്വപ്നം കണ്ട ആൾ പറയുന്നതെങ്കിൽ ഖാല ലം തറഹു, നീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ടില്ല. ഇത് മഹാന്മാരായ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഈ ഫതുഹുൽ ബാരി അടക്കം ഉദ്ധരിച്ചു പറഞ്ഞിട്ടുണ്ട്. ഈ പ്രഭാഷണത്തെ ഇങ്ങനെ എല്ലാ സ്വപ്നങ്ങൾ പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കള്ളവാദങ്ങളെ പ്രചരിപ്പിക്കാൻ ഇറങ്ങി ഒരുമ്പിട്ടിട്ടുള്ള ആളുകൾ അവർ കളിയാക്കുന്ന എങ്ങനെയാണെന്നറിയോ? ഒരു റസൂലുള്ളാഹി തങ്ങൾ സ്വപ്നം കണ്ടാൽ ഓഫീസിലേക്ക് വിളിച്ചു ചോദിക്കണം പോൽ, എന്നിട്ട് അവിടുന്ന് പറയണം പോൽ ഇബ്നു സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഓഫീസിൽ പോയി അത് തീരുമാനമാക്കുകയാണ് മഹാന്മാരായ കാലഘട്ടത്തിലെ ആളുകൾ. എന്നിട്ട് വീണ്ടും പറയുന്നു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്ന് പറയാൻ, റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മനാം, ഞാൻ നബി തങ്ങളെ ഉറക്കത്തിൽ കണ്ടു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇവരൊക്കെ സ്വഹാബിമാരാണ്. ഇബ്നു സീരീൻ അവർ താബിഈകൾപ്പെട്ട ആളാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ റഈസുൽ മുഫസ്സിരീൻ അവരെടുത്ത് വന്നിട്ട് പറയാൻ, ഞാൻ നബി തങ്ങളെ സ്വപ്നം കണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്താ പറയുന്നത്? സിഫ്ഹുലി, ആ കണ്ട ആളെ നീ ഒന്ന് എനിക്ക് വർണ്ണിച്ചു തരണം എന്ന് പറയാൻ മഹാനായ ഇബ്നു അബ്ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പോൾ നബി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ടാൽ അത് നബി തങ്ങൾ തന്നെയാണ് എന്നിടത്ത് ഇബ്നു സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് നബി തങ്ങളുടെ അതേ രൂപത്തിൽ കണ്ടാൽ എന്നാണ്. എന്ന് വാദവുമായി ആരെങ്കിലും വന്നാൽ ആ വിശേഷണങ്ങൾ അവരോട് ചോദിക്കുകയാണ്. ഈ ഹദീസുമായി ബന്ധപ്പെട്ട് പണ്ഡിത ലോകത്ത് ധാരാളം ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഈ ഒരു വാദം പറയുമ്പോഴേക്ക് അതാ കണ്ടോ ഹാബിയായിലെ നബി തങ്ങളെ സൂറത്തിൽ കണ്ടാൽ അങ്ങനെ വിശേഷണം ചോദിക്കാണ് എന്ന് പറഞ്ഞാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയെ നമ്മൾ ഏത് മാലയിൽ കെട്ടിച്ചേർക്കും? ഇബ്നു സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹിയെ നമ്മൾ എന്ത് പേര് വിളിക്കേണ്ടി വരും? മഅദല്ലാഹ്, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഖാദി ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അൽ മുറാദു ബിഹി ഇദാ റആഹു അലാ സിഫതിഹിൽ മഅറൂഫ ഫീ ഹയാതിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ അറിയപ്പെട്ട വിശേഷങ്ങളും രൂപങ്ങളുണ്ട്. ഫഇദാ റആ, അങ്ങനെ കാണുമ്പോഴാണ് നബി എന്നെ കണ്ടു എന്ന് പറഞ്ഞത്. ഫഇദാ ഫഇൻ റആ അലാ ഖിലാഫിഹാ, അതിനെതിരെയുള്ള രൂപത്തിൽ കണ്ടാലോ കാനത് റുഅയാ തഅവീരിൻ ലാ റുഅയാ ഹഖീഖ, അത് യഥാർത്ഥ സ്വപ്നമല്ല, അത് വ്യാഖ്യാനിക്കപ്പെടേണ്ടുന്നതാണ് എന്ന് മഹാനായ ഖാദി ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്. പണ്ഡിത ലോകത്ത് ഈ ഹദീസ് ഇവരെല്ലാം അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആലിമീങ്ങളാണ്. അവരങ്ങനെ പറയുമ്പോഴേക്കും അവരൊക്കെ പിഴച്ചുപോയി എന്ന് പറഞ്ഞാൽ മഅദല്ലാഹ് ലോകത്ത് പിന്നെ പിഴക്കാത്തവർ ആരാണ് ഉണ്ടാവുക? ഇമാം നവവി റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാർ ഇതിന് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ, ഈ പറഞ്ഞതിന് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശർഹുൽ മുസ്ലിമിൽ പറയുന്നു, ഇഖ്തലഫൽ ഉലമാ ഫീ മഅനാ ഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖദ് റആനി, എന്നെ സ്വപ്നത്തിൽ കണ്ടാൽ അതെന്നെ തന്നെയാണ് കണ്ടത് എന്ന വിശുദ്ധ വാക്യത്തെ സംബന്ധിച്ച് പണ്ഡിത ലോകത്ത് ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അഭിപ്രായാന്തരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഫഖാല ഇബ്നുൽ ബാഖില്ലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അന്ന റുഅയാഹു സ്വഹീഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കണ്ടാൽ അത് ശരിയായ സ്വപ്നമാണ്, അത് പാഴ് സ്വപ്നമല്ല. വലാ മിൻ തശ്ബീഹാത്തിശ് ശൈത്വാൻ, അത് പിശാചിന്റെ തോന്നിപ്പിക്കലുകളുമല്ല. ആ അഭിപ്രായത്തിന് ഫലം നൽകുന്നുണ്ട്. ഈ ഹദീസിന് തന്നെ വേറെ റിവായത്തുണ്ട്, ഫഖദ് റഅൽ ഹഖ ഐ റുഅയത്തസ് സ്വഹീഹ എന്നത്. വഖദ് യറാഹു റായി അലാ ഖിലാഫി സിഫതിഹിൽ മഅറൂഫ, ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയപ്പെട്ട വിശേഷണങ്ങൾ അല്ലാത്ത രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കാണാം. അഥവാ നബി തങ്ങളുടെ താടി, അവിടെ ഉദാഹരണം പറയുന്നത് കമൻ റആഹു അബിയദൽ ലഹ്യ, നബി തങ്ങളുടെ താടി രോമങ്ങൾ മുഴുവനും വെളുത്തതായിട്ടില്ല, നരച്ചതായിട്ടില്ല. പക്ഷെ ഒരാൾ ആ രൂപത്തിലാണ് നബി തങ്ങളെ കാണുന്നതെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണെന്ന് പറയണം എന്ന് അഭിപ്രായപ്പെട്ട മഹാന്മാരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് കാണുന്നത് എന്ന ബോധ്യത്തോടുകൂടെ ഈ അഭിപ്രായങ്ങളെല്ലാം മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഫതുഹുൽ ബാരിയിൽ വിശദമായി പറയുന്നുണ്ട്. കിതാബ് നോക്കി പഠിക്കാതെ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആലിമീങ്ങൾ പറഞ്ഞിട്ടുള്ള ഇത്തരം വിവരണങ്ങളൊന്നും പറയാതെ തങ്ങൾ ഇവിടെ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങളെ നടപ്പിലാക്കാൻ വേണ്ടി തങ്ങൾ പറഞ്ഞ ചില വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളെ ആരെങ്കിലും പരാമർശിക്കുമ്പോഴേക്കും അവരെ ബിദ്അത്ത് ആരോപിച്ച് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന് എതിരാണെന്ന് പറയുന്നത്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അത്തരക്കാർക്ക് ചില പണം ലഭിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത്തരക്കാർ ചില കൂലി പ്രഭാഷകന്മാരാണ്, അല്ലെങ്കിൽ ബിദ്അത്തുകാരിൽ നിന്ന് അച്ചാരം വാങ്ങുന്നുണ്ട്. മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി
അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറയുന്നു, വയദ്ഹറു ലി ഫി തൗഫീഖ് ബൈന ജമീഇ മാ ദക്കറൂഹു. ഈ പണ്ഡിതന്മാരെല്ലാം പല അഭിപ്രായങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതിനെല്ലാം ഒന്ന് ജംഅ ചെയ്യുകയാണെങ്കിൽ അന്ന മൻ റആഹു അലാ സിഫത്തിൻ ഔ അക്സറ, ഒരു നബി തങ്ങളുടെ ഒരു വിശേഷണത്തിൽ അല്ലെങ്കിൽ നബി തങ്ങളുടെ ഒന്നിലധികം വിശേഷണങ്ങൾ, അത് മിമ്മാ യുഖ്തസ്സു ബിഹി, നബി തങ്ങൾക്ക് മാത്രമുള്ള, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രത്യേകമായ ഏതെങ്കിലും ഒരു സിഫത്തിലോ അല്ലെങ്കിൽ ഒന്നിലധികം സിഫത്തിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കണ്ടാൽ ഫഖദ് റആ, അത് നബി തങ്ങളെ തന്നെ കണ്ടതാണെന്ന് വെക്കണം. വലോ കാനത് സായിറ സിഫാത്തി മുഖാലിഫ, വേറെ നബി തങ്ങൾ ഏതെങ്കിലും സിഫത്ത് ഉണ്ടായാൽ മതി, വേറെ സിഫത്തുകളൊക്കെ അതിനെതിരാണ്. നേരത്തെ പറഞ്ഞതുപോലെ താടി രോമങ്ങൾ മുഴുവനും എന്തായിരിക്കും, നരച്ചതായി കാണുന്നു. ഇങ്ങനെ കണ്ടാലും ശരി. എന്നിട്ട് പറയുന്നു ഫതതഫാവതു റുഅയാ മൻ റആഹു, അപ്പോൾ ആ കണ്ടവരുടെ സ്വപ്നങ്ങൾ വ്യത്യസ്തപ്പെടും. ഫമൻ റആഹു അലാ ഹൈഅതിഹിൽ കാമില, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പരിപൂർണമായ രീതിയിൽ ഒരാൾ കണ്ടാൽ ഫറുയാഹുൽ ഹഖുൽ ലദീ ലാ യഹ്താജു ഇലാ തഅബീരിൻ, അതിനെ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല, അത് തങ്ങളെ തന്നെയാണ് കണ്ടത്. ആ വിഷയത്തിന്റെ മേലിലാണ് ഫഖദ് അൽ ഹഖ എന്ന ഹദീസിനെ ചുമത്തേണ്ടുന്നത്. വമഹ്മാ നഖസ മിൻ സിഫാതിഹി, നബി തങ്ങളുടെ വിശേഷണമുണ്ട്, പക്ഷേ ചില വിശേഷണങ്ങൾ കുറഞ്ഞിട്ടാണ് കാണുന്നതെങ്കിൽ ഫയദ്ഖുലു തഅവീൽ, അവിടെ വ്യാഖ്യാനിക്കണം അതിനോട് അനുയോജ്യമായ രീതിയിൽ. എന്നിട്ട് അവിടുന്ന് പറയാൻ വയസുഹു ഇത്ലാഖു അന്ന കുല്ല മൻ റആഹു ഫീ അയ്യി ഹാലത്തിൻ കാനത് മിൻ ദാലിക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടായിരുന്ന ഏത് വിശേഷണത്തിൽ തങ്ങളെ കണ്ടാലും ഫഖദ് റആഹു ഹഖീഖ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്നെയാണ് കണ്ടത് എന്ന് വെക്കണം. മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏതെങ്കിലും ഒരു വിശേഷണത്തിലോ അല്ലെങ്കിൽ തങ്ങൾക്ക് പ്രത്യേകമായ ഒന്നിലധികം വിശേഷണത്തിലോ തങ്ങളെ കണ്ടാൽ അത് തങ്ങളെ തന്നെയാണ് കണ്ടതെന്ന് വെക്കണം എന്ന് ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറയുകയാണ്. എന്നാൽ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു വിശേഷണവുമില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു വിശേഷണവും ഇല്ല. ആ ഒരു വിശേഷണവും ഇല്ലാത്ത രീതിയിൽ ആ കാണുന്നയാള് നബി തങ്ങളാണെന്ന് കാണുന്ന ആൾക്ക് തോന്നുന്നില്ല. പക്ഷെ അയാൾ വന്നിട്ട് അന റസൂലുള്ളാഹ് എന്ന് വന്ന് പറയാൻ, അല്ലെ അന നബിയുള്ളാഹ് എന്ന് പറയാൻ, അങ്ങനെ പറഞ്ഞാൽ അത് നബി തങ്ങളെ തന്നെ കണ്ടതാണെന്ന് ഉറപ്പിക്കണമെന്ന വാദം ഈ പിഴച്ച ആശയക്കാരുണ്ടാക്കിയ പുതിയ ആശയമാണ്. ഏത് ഇമാമാണ് അങ്ങനെ പറഞ്ഞത്? ഈ കാണുന്ന ആൾക്ക് ആ കാണുന്ന നബി തങ്ങളെയാണെന്ന് തോന്നുന്നില്ല, നബി തങ്ങളെയാണെന്ന ബോധ്യവുമില്ല. ആ നിലക്ക് ഒരാൾ വന്നിട്ട് പറയാൻ അന റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ അതങ്ങനെ തന്നെ വിശ്വസിച്ചോളണം എന്നാണ് ഇവർ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെന്തിനാണെന്നറിയുമോ നിങ്ങൾക്ക്? ഇവിടെ ഇവർ കൊണ്ടു നടക്കുന്ന കള്ള ശൈഖുമാരുണ്ട്. ആ ശൈഖുമാർ പിഴച്ചതാണ്, നമ്മുടെ ആലിമീങ്ങളെല്ലാം വിധി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോ ഏതെങ്കിലും ഒരു പിശാച് വന്നിട്ട് ഞാൻ നബിയാണ് എന്ന് പറയാ, നബി തങ്ങളുടെ രൂപത്തിലല്ല, തങ്ങളൊരു വിശേഷണവുമില്ല, ഞാൻ നബിയാണെന്ന് പറയാ. എന്നിട്ട് ആ ശൈഖ് അയാൾ എന്താണ്, നല്ല ആളാണ് കേട്ടോ എന്നും പറയാ. ഇങ്ങനെ തങ്ങളുടെ കള്ള ശൈഖുമാരെ ഇവിടെ കൊണ്ടുവരാനുള്ള കുതന്ത്രത്തിന്റെ ഭാഗമായി ഉണ്ടാക്കിയിട്ടുള്ള പിഴച്ചവാദമാണത്. അങ്ങനെ ഒരാളും ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല. അഭിയൊന്നരായ പേരോട് ഉസ്താദ് ഞാൻ ഈ വായിച്ച സംഗതികളല്ലാതെ വേറെ ഒന്നും പേരോട് ഉസ്താദ് പറഞ്ഞിട്ടുമില്ല. നമ്മുടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള ഏത് വിഷയങ്ങളുണ്ടോ ആ വിഷയങ്ങളെല്ലാം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പറഞ്ഞതാണ്. ആ പണ്ഡിതന്മാരെ കുതിര കയറാൻ വേണ്ടി ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട പല വാദങ്ങളും അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു രൂപത്തിലുമല്ല, ആ കാണുന്നയാൾ നബി തങ്ങളാണെന്ന് തോന്നലും ഈ കാണുന്ന ആൾക്കില്ല. പക്ഷേ വന്ന് ഒരാൾ അങ്ങനെ പറഞ്ഞാൽ അത് നബിയാണെന്ന് വിശ്വസിച്ചോളണം എന്ന് പറയുന്ന വാദമുണ്ടല്ലോ, ആ വാദം ഒരു പണ്ഡിതനും പറയാത്തതാണ്. മഹാനായ ഇമാം സുംഹൂദി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ഖറാഫി റഹ്മത്തുള്ളാഹി അലൈഹിയെ തൊട്ട് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ഇമാം ഖറാഫി റളിയല്ലാഹു അൻഹു അവരാരാണ്? ഹിജ്റ 626 ജനിച്ച് 684 വഫാത്തായ വലിയ പണ്ഡിതരാണ്. അവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട്. എന്താണ്? ഖാലൽ ഉലമാ റളിയല്ലാഹു അൻഹും, ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട് റളിയല്ലാഹു അൻഹും, പേച്ച ആൾക്കാരല്ല, മഹാന്മാരായ പണ്ഡിതന്മാർ. ഇന്നമാ തസിഹു റുയത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
ലിഅഹദി റജുലൈനി. ഈ പറഞ്ഞത് ഉദ്ധരിക്കുക മാത്രമാണ് നമ്മളെ പണ്ഡിതന്മാർ ചെയ്യുന്നത്. രണ്ട് ആളുകൾക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു എന്ന് ഉറപ്പിച്ചു പറയാവുന്നത്. ഒന്ന് സ്വഹാബിയുൻ റആഹു, നബി തങ്ങളെ കണ്ടൊരു സ്വഹാബി, ഫഅലിമ സിഫതഹു, നബി തങ്ങളെ കുറിച്ചുള്ള വിശേഷണങ്ങളെല്ലാം അദ്ദേഹം ഉറപ്പിച്ചിട്ടുണ്ട്. ഫംതബഅ ഫീ നഫ്സിഹി മിസാലുഹു, തങ്ങളുടെ രൂപം അദ്ദേഹത്തിന്റെ മനസ്സിൽ പതിഞ്ഞിട്ടുമുണ്ട്. അദ്ദേഹം നബി തങ്ങളെ കണ്ടാൽ ജസമ ബി അന്നഹു റആ മിസാലഹു അൽ മഅസൂമ മിനശ് ശൈത്താൻ, പിശാചിനെ പ്രത്യക്ഷപ്പെടാൻ കഴിയില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഉറപ്പിച്ചു പറഞ്ഞ, നമ്മുടെ ആലിമീങ്ങൾ എല്ലാ കാലത്തും ഉറപ്പിച്ചു പറയുന്ന ആ മിസാലാണ് ആ സ്വഹാബി കണ്ടതെന്ന് ഉറപ്പിച്ചു പറയാം. അദ്ദേഹത്തിന് അവിടെ കൺഫ്യൂഷൻ ഉണ്ടാവുകയില്ല. രണ്ടാമത്തെ ആളാരാണ്? റജുലുൻ തകററ അലൈഹി സമാഉ സിഫാതിഹിൽ മൻഖൂലതി ഫിൽ കുതുബി, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കണ്ടിട്ടില്ലെങ്കിലും തങ്ങളുടെ വിശേഷണങ്ങൾ ധാരാളം ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതെല്ലാം പാരായണം ചെയ്ത് തന്റെ മനസ്സിൽ ആ വിശേഷണങ്ങളെല്ലാം രൂപപ്പെട്ട് ഉറച്ചു കഴിഞ്ഞിട്ടുണ്ട്. വമിസാലുഹുൽ മഅസൂം കമാ ഹസല ദാലിക ലിമൻ റആഹു, നബി തങ്ങളെ കണ്ടവർക്ക് ലഭിക്കുന്ന പോലെ അദ്ദേഹത്തിന് ലഭിക്കാം. ഫഇദാ റആഹു ജസമ ബിറുയതി മിസാലിഹി അലൈഹിസ്സലാം, അദ്ദേഹത്തിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്നെയാണ് ഞാൻ കണ്ടതെന്ന് ഉറപ്പിച്ചു പറയാം. സ്വഹാബിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുന്നത് പോലെ അദ്ദേഹത്തിനും അവിടെ കൺഫ്യൂഷൻ വകയില്ല. വഅമ്മാ ഗൈറു ഹാദൈനി, ഈ രണ്ട് ആളുകളല്ലാത്തവർ, ഒരു അദ്ദേഹത്തിന് നബി തങ്ങൾ ഒരു വിശേഷണവും അറിയില്ല, അങ്ങനത്തെ ആളുകൾ ഫലാ യഹ്സുലുൽ ജസ്മു, അവിടെ ഉറപ്പിച്ചു പറയാൻ പറ്റൂല. നബി തങ്ങളെ തന്നെയാണ് കണ്ടത് എന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റൂല. ബൽ യജൂസു അയ്യകൂന റഅൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസാലിഹി, ചിലപ്പോൾ നബി തങ്ങളുടെ ആ രൂപമാണ് കണ്ടത് ആകാൻ സാധ്യതയുണ്ട്. വയഹ്തമിലു അയ്യകൂന മിൻ തഖീലിശ് ശൈത്താൻ, അവിടെ പിശാച് ഒരു മനുഷ്യ രൂപത്തിൽ വന്ന് നബി തങ്ങളെ കാണുകയാണെന്ന് തോന്നിപ്പിച്ചതാവാം. നബി തങ്ങളുടെ സൂറത്തിൽ പിശാച് വരുമെന്നല്ല, നബി തങ്ങൾ ഏതെങ്കിലും വിശേഷണത്തിൽ പിശാച് വരുമെന്നല്ല, അങ്ങനെ നബിയാണ് എന്ന് ചിലപ്പോൾ അദ്ദേഹത്തിന് പിശാച് ആ പിശാചിന്റെ രൂപം പ്രാപിച്ച് നബി തങ്ങൾ ഒരു വിശേഷണവും പ്രാപിക്കാതെ അയാൾക്ക് തോന്നിപ്പിക്കാൻ കഴിയും. വലാ യുഫീദു ഖൗലുൽ ലദീ യറാഹു, ഈ കാണുന്ന ആള് പറഞ്ഞതുകൊണ്ട് ഒരു കാര്യമില്ല. അന റസൂലുള്ളാഹ്, ഈ വന്ന് പറഞ്ഞ ആള് ആരാണ്? ശൈത്താന് പറയാൻ പറ്റൂല ഇവർ പറഞ്ഞത്. ഈ വന്ന് പറയുന്ന ആള് ശൈത്താൻ. അന റസൂലുള്ളാഹ് എന്ന് പറഞ്ഞതുകൊണ്ട്, അല്ലെങ്കിൽ അപ്പുറത്തുള്ള ഒരാളെ ചൂണ്ടിയിട്ട് അത് റസൂലുള്ളയാണ് എന്ന് ഇയാൾ പറഞ്ഞതുകൊണ്ട് ഒരു കാര്യവുമില്ല. ഈ ഉദ്ധരിച്ചത് ഇമാം സുംഹൂദി റഹ്മത്തുള്ളാഹി അലൈഹി. വഹാദാ ളാഹിറുൻ ലാ മിരിയത ഫീഹി ലിഅന്ന അശ്ശൈത്വാന ഇദാ ലം യുംന മിൻ ഇദ്ദിആഇ റുബൂബിയ്യ ഫകൈഫ യുംന അയ്യദ്ദഅൻ നുബുവ, ഈ പിശാചിന് ഞാൻ റബ്ബാണെന്ന് തന്നെ പറഞ്ഞു വരാം, പിന്നെ നബിയാണെന്ന് പറഞ്ഞു വരുന്നതിന് എന്ത് തടസ്സമാണുള്ളത്? ഇങ്ങനെ നബി തങ്ങളെ കുറിച്ച് ധാരാളം സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു വന്ന ഒരാൾക്ക് നൽകിയ ഉപദേശത്തിലാണ് ഇമാം സുംഹൂദി റഹ്മത്തുള്ളാഹി അലൈഹി ഇത് പറയുന്നത്. അതുകൊണ്ട് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ, സുന്നത്ത് ജമാഅത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാർ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇകഴ്ത്തുന്ന ഒരു വാക്കും പറഞ്ഞിട്ടില്ല. ഇബ്നു സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹി, ഇബ്നു അബ്ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി, ഖാദി ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ഖറാഫി റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം സുംഹൂദി റഹ്മത്തുള്ളാഹി അലൈഹി, ഇങ്ങനെ തുടങ്ങുന്ന, അതുപോലെ ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാരഥന്മാർ അവരെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയ വിഷയങ്ങളല്ലാതെ നമ്മളെ പണ്ഡിതന്മാരാരും പറഞ്ഞിട്ടില്ല. എന്നാൽ ആ പണ്ഡിതന്മാരെ തേജോവധം ചെയ്യാൻ വേണ്ടി, തങ്ങളുടെ കള്ള ആശയങ്ങളെ പ്രചരിപ്പിക്കാൻ വേണ്ടി ഒരു പിഴച്ച അടിത്തറ ഇതിന്റെ മറവിലൂടെ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമമാണ്. നബി തങ്ങളുടെ ഒരു രൂപത്തിലുമല്ല, ഒരു വിശേഷണത്തിൽ കാണുന്ന ആൾക്കില്ല. കാണുന്ന ആൾക്ക് അത് നബിയാണെന്ന ബോധ്യവും ഇല്ല. എന്നാലും അന റസൂലുള്ളാഹ് എന്നൊരാൾ പറഞ്ഞാൽ അത് നബിയാണ് എന്ന് വിശ്വസിച്ചോളണം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ തങ്ങളുടെ വിദണ്ഡവാദങ്ങളെ, കള്ള ആശയങ്ങളെ ഈ സമൂഹത്തിന്റെ പ്രചരിപ്പിക്കാനുള്ള കുതന്ത്രങ്ങളാണെന്ന് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ മനസ്സിലാക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തെറ്റിൽ നിന്ന് മാറി നിന്ന് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പറഞ്ഞിടത്ത് നിൽക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.